അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസീന മിസ്. എടാ മക്കളെ, നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് വേണോ? എങ്കിൽ ദേ ഇങ്ങോട്ട് പോരടാ, മിസ്സിന്റെ അടുത്തേക്ക് പോരുതേ. ആദ്യം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടോ, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. എടാ മക്കളെ, നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ഹരങ്ങിട്ട് കയറും അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കാണുന്ന ഒരു ടിപ്പണി നമുക്ക് പഠിച്ചാലോടാ. ഒന്നല്ല, 2 ടിപ്പണി നമ്മൾ പഠിക്കാൻ പോവാണ്. എങ്ങനെയാ പഠിക്കാൻ പോകുന്നത്? ടിപ്പണിയുടെ ഫോർമാറ്റ് നമ്മൾ സെറ്റ് ആക്കുന്നു. ദെൻ അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കുന്ന 2 ടിപ്പണി ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കിക്കോ, ഈ ടിപ്പണി വന്നിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ടിപ്പണിയിൽ എന്തൊക്കെയാ വേണ്ടത് എന്ന് നമ്മൾ പഠിക്കുന്നു. പ്ലസ് ഈ 2 ടിപ്പണി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ആർ യു റെഡി? എല്ലാവരും റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമ്മളൊരു ടിപ്പണി എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, 4 മാർക്കിനാണ് നമുക്ക് എന്ത് ചോദിക്കാം? കവിതയുടെ ടിപ്പണി ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ 4 മാർക്ക് കിട്ടണമെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കൽ നിർബന്ധമല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കവിതയുടെ ടിപ്പണി ചോദിച്ചാൽ എളുപ്പത്തിൽ എങ്ങനെ എഴുതാം, അടിപൊളിയായിട്ട് എങ്ങനെ എഴുതാം, 4 മാർക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് വാങ്ങാം എന്നാണ്. അപ്പൊ കവിതയുടെ ടിപ്പണി എഴുതുന്ന സമയത്ത് എൻ്റെ മക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇവയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിക്കേടാ. ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഒരു ശീർഷകം, ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, അതായത് ആ കവിതയുടെ പേര് തന്നെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം കവി കാ പരിചയം അല്ലേ? അപ്പൊ നമുക്ക് തന്ന കവിത ആരാണ് എഴുതിയിരിക്കുന്നത്, അതായത് കുറച്ച് വരികൾ തരും അല്ലെ, ആ വരികളെ ആസ്പദമാക്കി എന്തെഴുതാനും പറയും? ടിപ്പണി എഴുതാൻ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ആ വരി ഐഡന്റിഫൈ ചെയ്തിട്ട്, അതായത് ഏതാണ് ആ കവിത എന്നുള്ളത് അല്ലെ, അപ്പൊ ആ കവി ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം കവിതാക്ക പരിചയം, കവിത ഏതാണെന്ന് പറയണം. ഓക്കെ, അപ്പൊ ആ വരികൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 കവിതകളും നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആ ലൈനിൽ ആ ഒരു വരികൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഇന്ന കവിതയിലുള്ളതാണെന്ന്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കവിയുടെ പേരും അതുപോലെ കവിതയുടെ പേരും നമ്മൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം പങ്ക്തിയോങ്ക വിശേഷത, അതായത് ആ വരികളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, വരികളുടെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കൊടുക്കാം. അതിനുശേഷം കവിതാക്ക സന്ദേശ, കവിത നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ടാവും അല്ലെ, എന്താണ് ആ മെസ്സേജ്, അതും കൂടി ചേർക്കാം. ഇത്രയും എഴുതിയാൽ 4 മാർക്ക് നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക, പേടിക്കേണ്ട, കവിതയുടെ പേര് കൊടുത്താൽ മതി. അതിനുശേഷം കവിതയെ എഴുതിയതാരാണ്, കവിതയുടെ പേരെന്താണ്, ശേഷം കവിതയുടെ വരികളുടെ വിശേഷത അഥവാ അർത്ഥം എന്താണ് പറയുന്നതെന്ന് എഴുതുന്നു. അതിനുശേഷം കവിതയുടെ മെസ്സേജ് എന്താണോ അതാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം 2 കവിത നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഏതാ ചോദിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു ഫോർമാറ്റ് വെച്ച് 2 കവിതയുടെയും കൂടി അങ്ങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയില്ലേ, സെറ്റോസ്കി ആയില്ലേ? യെസ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല ആദ്യത്തെ കവിത ഏതാടാ? നോക്കിക്കേ, ബഹുത് ദിനോं के बाद नामक कविता का ടിപ്പണി ലിഖിയേ. യെസ്. അപ്പൊ ബഹുദിനോं के बाद എന്ന് പറഞ്ഞ കവിതയുടെ ടിപ്പണിയാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇവിടെ ബഹുദിനോं के बाद എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം. ശേഷം നമ്മുടെ കവിത എഴുതിയത് ആരാണ്, ദെൻ കവിതയുടെ പേരെന്താണ് നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ നോക്കിക്കേ, ബഹുത് ദിനോं के बाद കവി നാഗാർജുൻ की കവിത ഹേ. അപ്പൊ ആരാ എഴുതിയിരിക്കുന്നത്? നാഗാർജുന്റെ കവിതയാണ് എന്ത്? ബഹുത് ദിനോं के बाद. बहुत दिनों के बाद अपने गाँव में आए कवि को मिला आनंद यहाँ वर्णन किया है. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം സ്വന്തം ഗ്രാമത്തിലേക്ക് വന്ന ആ കവിയുടെ സന്തോഷത്തെയാണ് അല്ലെ, അതിന്റെ ആ കവിയുടെ ആനന്ദത്തെയാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. बहुत दिनों के बाद कवि ने अब पक्की सुनहली फसलों की मुस्कान जी भर देखी അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്താണ്? യെസ്, സ്വർണ്ണ നിറത്തിലുള്ള യെസ് ഈ വിളകളുടെ ആ ഒരു പുഞ്ചിരി ആര് കണ്ടു? നമ്മുടെ കവി കണ്ടു. പിന്നെയോ ബഹുത് ദിനോं के बाद कवि अब धान कुर्ती കിഷോരിയാങ്കി സുരീലി ആവാസ് ജി ഭർ സുൻ പായ. കുറേ കാലത്തിന് ശേഷം എന്താണ്? യെസ്, ധാന്യങ്ങൾ ഇടിക്കുന്ന സ്ത്രീകളുടെ ആ ഒരു മാധുര്യമേറുള്ള സ്വീറ്റ് ആയിട്ടുള്ള വോയിസിൽ എന്ത് ചെയ്തു? മനസ്സ് നിറയെ എന്ത് ചെയ്തു? ആ ഒരു വോയിസ് കേട്ടോ. പിന്നെയോ ബഹുത് ദിനോं के बाद अब कवि ने മൗൽസിരി കെ നയേ ഫൂൽ ജി ഭർ സൂഖേ. അതിനുശേഷം എന്താണ്? ഇലഞ്ഞിപ്പൂവിന്റെ സ്മെല്ല് മതി വരുവോളം അദ്ദേഹം ആസ്വദിച്ചു. പിന്നെയോ ബഹുത് ദിനോं के बाद कवि अब अपने ग्रामीण रास्ते की चंदन रंग वाली धूल जी पर छुपाया. बहुत दिनों के बाद कवि ने अब जी पर
താൽ മക്കാന ഖായ ഓർ ഘന്നെ ചൂസെ. അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം എന്താ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയപ്പോ ആ പൊടി പടലങ്ങളില്ലേ, ആ ഒരു സ്വർണ്ണ നിറമുള്ള പൊടി പടലങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, ആസ്വദിച്ചു. അതിനുശേഷം എന്താണ് ആ ജ്യൂസ് അല്ലെ, എന്തിന്റെ ജ്യൂസ്, കരിമ്പ് ജ്യൂസും അതുപോലെ താൽ മക്കാൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, മനസ്സ് നിറയെ കഴിച്ചു. പിന്നെയോ बहुत दिनों के बाद अब कवि ने इस धरती पर गंध, रूप, रस, शब्द और स्पर्श आदि जी पर भोगे. അപ്പൊ എന്താ പറയുന്നത്, യെസ് 5 സെൻസ് ഓർഗൻ അല്ലെ, അതായത് കണ്ണുകൊണ്ട് കാണാനുള്ളത് കണ്ടു, ചെവി വായ എല്ലാവരും, അതായത് എന്താണ് സുഗന്ധം അല്ലെ, അദ്ദേഹത്തിന് നല്ല സുഗന്ധം കിട്ടി, നല്ല കാഴ്ച കിട്ടി, നല്ല കേൾവി കിട്ടി, ടേസ്റ്റ് കിട്ടി, അതുപോലെ സ്പർശനം കിട്ടി അല്ലെ. അപ്പൊ ഇതെല്ലാം എല്ലാ അനുഭവവും എന്ത് ചെയ്തു, ഒരുമിച്ച് അദ്ദേഹത്തിന് ഉണ്ടായി. പിന്നെയോ गावे की सुंदरता सरल शब्दों में यहाँ कवि ने वर्णन किया है. ആ ഒരു ഗ്രാമീണ ഭംഗി വളരെ മനോഹരമായിട്ടാണ് കവി ഇതിലൂടെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 4 മാർക്ക് സെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കവിതയിൽ ഈ ഒരു ടിപ്പണി നിങ്ങൾക്ക് എഴുതാം. രണ്ടാമതായിട്ട് നമ്മളോട് ചോദിക്കുന്ന ടിപ്പണി ഏതാടാ, ഫൂൽ നാമ കവിത കാ ടിപ്പണിയിലേക്ക്. നമുക്ക് അവസാനം പഠിക്കാനുള്ള ഒരു കവിതയാണ് അല്ലെ ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞ കവിതയുടെ ടിപ്പണി ചോദിച്ചാൽ നമ്മൾ ഇതുപോലെ എഴുതും. നോക്കിക്കേടാ, യെസ് ഫൂൽ ഡോക്ടർ രാമദർശ മിശ്ര ദ്വാര രചിത ഏക പ്രതീകാത്മക കവിത ഹെ. അപ്പൊ ആരാണ്, രാമദർശ മിശ്ര എഴുതിയിട്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കവിതയാണ് ഫൂൽ എന്ന് പറയുന്നത്. ദെൻ യഹ ആധുനിക ജീവൻ की कृत्रिमता और प्रकृति से मनुष्य के दूर जाने की समस्या को उजागर करती है. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്, കൃത്രിമത അല്ലെ, അതായത് പ്രകൃതിയിൽ കാണിക്കുന്ന കൃത്രിമതയും അതുപോലെ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു അന്തരം അല്ലെ, അതായത് അവർ തമ്മിൽ ഒരുപാട് അകൽച്ചയുണ്ട്, അതൊക്കെയാണ് ഇതിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. प्लास्टिक के फूल चमकीले, टिकाऊ और सुविधाजनक होते हैं, लेकिन उनमें जीवन, भावना एवं प्राकृतिक सुंदरता का अभाव है അല്ലെ. അപ്പൊ ഈ പ്ലാസ്റ്റിക് പൂവുകൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്മെല്ലോ എന്തെങ്കിലും ഫീലിങ്ങോ കാര്യങ്ങളോ എന്തോ ഉണ്ടോ, ഇല്ല. അപ്പൊ അതിൽ എന്തില്ലടാ, ഉന്മേ ജീവൻ, ഭാവന ഏവം പ്രാകൃതിക് സുന്ദരത, ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഭംഗിയോ ഭാവങ്ങളോ ഒന്നും തന്നെ നമുക്ക് പ്ലാസ്റ്റിക് പൂവിൽ എന്ത് ചെയ്യുന്നില്ല, കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ നോക്കിക്കേ, കവിനെ ബാസാർ में सजे प्लास्टिक के फूलों को बिना मौसम बहार के रूप में चित्रित किया है. അപ്പൊ കവി പറയാണ് എന്താ, ആ ബാസാറിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പൂവുകളെ എന്താ പറയുന്നത്, യെസ് ഋതുഭേദമില്ലാത്ത വസന്തം എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇവിടെ വിശേഷിപ്പിക്കുന്നത്. എന്താണ്, ഋതുഭേദമില്ലാത്ത വസന്തം എന്ന്. വസന്ത ഫൂലോं का ऋतु है. ഈ വസന്തകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പൂക്കളുടെ കാലമാണ് അല്ലെ. വസന്തകാലം എന്ന് പറഞ്ഞാൽ അത് പൂക്കളുടെ കാലമാണ്. പ്ലാസ്റ്റിക് ഫൂൽ നക്ലി ഹേ. ഈ പ്ലാസ്റ്റിക് പൂക്കൾ എന്ന് പറഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെ. യെസ് ഉസ്കെ ലിയേ ബസന്ത് ഋതു की जरूरत नहीं है. അതുകൊണ്ട് ഈ പൂക്കൾക്ക് എന്ത് വേണ്ട, പ്ലാസ്റ്റിക് പൂക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാലം വേണ്ട, ഒരു വസന്തകാലം അവർക്ക് ആവശ്യം ഇല്ല. ഇസ്ലിയേ കവിനെ ऐसा कहा है. അതുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത്. എന്ത്, ഋതുഭേദമില്ലാത്ത വസന്തം, ഏത് കാലത്തും ആ പൂക്കൾ എന്ത് ചെയ്യും, ഒരേപോലെ അങ്ങ് നിൽക്കും, പ്രത്യേകമായിട്ടുള്ള യാതൊരു വിധ മാറ്റവും അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ പ്രകൃതിദത്തമായ പൂക്കൾ എന്താണ്, യെസ് അതെന്താണ്, വിടരുകയും വാടുകയും ഒക്കെ ചെയ്യുന്നതാണ് അല്ലെ, അതിനാണ് വസന്തകാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കവി അങ്ങനെ അവിടെ വിശേഷിപ്പിച്ചത്. ഹമേശ ഏക് ഹി ഭാവ് സേ രഹത്തെ പ്ലാസ്റ്റിക് ഫൂലോं की ഏകർ സദാ കവി കെ ഘർ കോ സജാതി ഹെ. എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കുന്ന ആ ഒരു പൂക്കളുടെ ഏകധാരത എന്താണ്, അതായത് ഒരേപോലെ, ഒരു മാറ്റവും ഇല്ല അല്ലെ. അപ്പൊ ആ പൂക്കൾ കൊണ്ട് എന്ത് ചെയ്തു, കവിയുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. इससे हवाएं, मधुमक्खियां, तितलियां आदि असंतुष्ट है, क्योंकि हवाएं फूलों से गंध, मधुमक्खियां रस, तितलियां कोमल स्पर्श आदि चाहती है. അപ്പം ഈ ഒരു പൂക്കളാൽ എന്താണ്, തേനീച്ച, കാറ്റ്, പൂമ്പാറ്റ, ഇവർക്കൊന്നും എന്തല്ല, ഇവരൊക്കെ അസന്തുഷ്ടരാണ്. കാരണം എന്താ, പൂവിലൂടെയാണ് ആർക്ക്, യെസ് നമ്മുടെ തേനീച്ചകൾക്ക് തേന് കിട്ടുക, അത് കിട്ടുന്നില്ല. പൂവിലൂടെ എന്താ, നല്ല സുഗന്ധം ആർക്ക് കിട്ടും, കാറ്റിന് അല്ലെ. അതുപോലെ തിത്തിലി, നമ്മുടെ പൂമ്പാറ്റയ്ക്ക് എന്ത് കിട്ടും, ആ ഒരു സ്പർശനം, ഇതൊക്കെ എന്താണ്, ഇതിലൂടെ കിട്ടുള്ളൂ, പ്രകൃതിദത്തമായ പൂവുകളിലൂടെ കിട്ടുകയുള്ളൂ. പിന്നെന്താണ് പറയുന്നത്, പ്ലാസ്റ്റിക് ഫൂലോം സേ സംഭവ് നഹി ഹേ. ഇതൊന്നും പ്ലാസ്റ്റിക് പൂവുകളെ കൊണ്ട് നടക്കുന്ന കാര്യം നഹി ഹേ, കാര്യമല്ല അല്ലെ. ദെൻ കവിത മേ ബച്ചോ
बच्चों की जिज्ञासा और प्राकृतिक फूलों को पहचान करने की इच्छा को दर्शाया गया है. ഇതിലൂടെ എന്താണ് യെസ് ആ കവിയുടെ കുട്ടികൾക്ക് എന്താണ് പ്രകൃതിയിലേക്ക് ഇറങ്ങാനും പ്രകൃതിയെക്കുറിച്ച് അറിയാനുമുള്ള ആ ഒരു ജിജ്ഞാസയെ നമുക്ക് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മത്ലബ് യഹ് ഹേ കി വഹ് പ്രകൃതി കെ സാത്ത് ജീന ചാഹതാ ഹേ. ഇതിലൂടെ എന്താ അർത്ഥമാക്കുന്നത്? അവർ പ്രകൃതിയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. अंत में कवि ने प्लास्टिक फूलों को तोड़कर प्राकृतिक वातावरण करने का प्रयास किया है. അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? ആ പ്ലാസ്റ്റിക് പൂകളൊക്കെ വലിച്ചെറിഞ്ഞ് പ്രകൃതിയിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന് പോവേണ്ടി ആവശ്യം വന്നു. ദെൻ ജോ പ്രകൃതി की और लौटने की आवश्यकता को दर्शाता है. അപ്പൊ എന്താ പറയുന്നത്? കവിക്ക് ആ പ്ലാസ്റ്റിക് പൂകളൊക്കെ വലിച്ചെറിഞ്ഞ് പ്രകൃതിയിലേക്ക് മടങ്ങേണ്ടി വന്നു അല്ലേ? അപ്പൊ എന്താണ് ആ പ്രകൃതിയിലേക്ക് ഇറങ്ങേണ്ട കാര്യം? അതായത് ആ കുട്ടികളിലൂടെ എന്താണ് കവിക്ക് ആ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവാണ് ചെയ്യുന്നത്. പിന്നെയോ യഹ് കവിത ഹമേ പ്രകൃതി കാ महत्व और मानव जीवन में उसके योगदान की याद दिलाती है. फुल कविता हमें प्राकृतिक संरक्षण का महान संदेश देती है. അപ്പൊ ഇതിലൂടെ എന്താ പറയുന്നത്? പ്രകൃതി കാ महत्व और मानव जीवन में उसके योगदान. അപ്പൊ ഈ ഒരു കവിതയിലൂടെ കവി പ്രകൃതിയുടെ മഹത്വം അതുപോലെ പ്രകൃതി നമുക്ക് തരുന്ന സംഭാവനകളൊക്കെയാണ് ഈ കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി കവി നമുക്ക് ഈ ഒരു കവിതയിലൂടെ തരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് എന്താ നിങ്ങൾക്ക് 2 കവിതകളാണ്. ഈ 2 കവിതകളുടെ ടിപ്പണി നമ്മൾ ഇതേവിടെ പഠിച്ചു കഴിഞ്ഞു. ടിപ്പണിയിൽ എന്തൊക്കെയാ വേണ്ടെന്നുള്ള ഫോർമാറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. യെസ്, അപ്പൊ ഇതങ്ങ് പഠിച്ച് സെറ്റ് ആക്കിയേക്ക്. തന്നെ ഇതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള വീഡിയോസ് ആയിട്ട് മിസ് വരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതെല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ആയിട്ട് മിസ് പിന്നെ വരും. അപ്പം